ഹാപ്പനിംഗ് അവേഴ്സ് മൂന്നാം മണിക്കൂറിലേക്ക് വിശദമായി കടക്കുമ്പോൾ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ശേഷം ആദ്യമായി പൊതുവേദിയിലെത്തിയ ആരോഗ്യമന്ത്രി. പത്തനംതിട്ടയിൽ ആരോഗ്യമാനന്ദം ഫെസ്റ്റ് വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കഴുത്തിൽ കോളർ ധരിച്ചാണ് വീണ എത്തിയത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീരാജ്, പരിപാടി ഏത് നിലയ്ക്കാണ് പുരോഗമിക്കുന്നത്? പ്രതിഷേധം കനത്ത രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടല്ലോ മുന്നിൽ. എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? സംഗീത, നിലവിൽ കണ്ണൂരിലെ സംഭവത്തിന് ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആദ്യമായി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയാണിത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നിലവിൽ ഇവിടെ നടക്കുന്നില്ല. മന്ത്രി എത്തി പരിപാടി ഉദ്ഘാടനം ചെയ്ത് വളരെ ഹ്രസ്വമായ ഒരു പ്രസംഗം മാത്രമായിരുന്നു നടത്തിയത്. ആ പ്രസംഗത്തിലും നേരത്തെ തന്നെ മന്ത്രി പറഞ്ഞിട്ടുള്ളതുപോലെ ആരോഗ്യ മേഖലയ്ക്ക് എതിരെ നടക്കുന്ന ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. അതാണ് നിലവിൽ ഈ കണ്ടുവരുന്നത്. സ്വകാര്യ മേഖലയടക്കം സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു. സർക്കാർ മേഖലയെ തകർക്കാനായിട്ടുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നു. എന്നാൽ നമ്മൾ സത്യത്തിന്റെ പ്രതിരോധം തീർത്തുകൊണ്ട് അത്തരത്തിൽ നടക്കുന്ന നുണപ്രചരണങ്ങളെല്ലാം തകർക്കുന്നു എന്ന തരത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ വ്യക്തമാകും. ആ കണ്ണൂർ സംഭവത്തിന് ശേഷം ഉണ്ടായ കഴുത്തിലുണ്ടായ പരിക്കുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള നെക്ക് ബാൻഡ് അടക്കം ധരിച്ചുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ ഉദ്ഘാടന പ്രസംഗം നടക്കും അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു അറിയിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ആരോഗ്യവകുപ്പ് മന്ത്രി എത്തിയില്ല. ഇത്തരത്തിലുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട ചില തിരക്കുകൾ കാരണം തന്നെയാണ്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി പങ്കെടുക്കാതിരിക്കുന്നതിനുള്ള കാരണം. പിന്നീട് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാനായി മന്ത്രി എത്തിയത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ നടക്കുന്ന വലിയ തരത്തിലുള്ള പരാതികളിലും അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളിലും എല്ലാം തന്നെ ആ ഘട്ടത്തിൽ മന്ത്രി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ ഉദ്ഘാടന പ്രസംഗത്തിലും മന്ത്രി ആവർത്തിച്ചത്. സർക്കാർ മേഖലയ്ക്കെതിരെ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു. ആസൂത്രിതമായ ശ്രമം സർക്കാർ മേഖലയെ തകർക്കാനായി നടക്കുന്നു. പക്ഷേ സത്യത്തിന്റെ പ്രതിരോധം തീർത്തുകൊണ്ട് നമ്മൾ അതിനെയെല്ലാം പ്രതിരോധിക്കുന്നു എന്നുകൊണ്ടായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇത്തരത്തിൽ വകുപ്പിന്റെ തന്നെ ഒരു പരിപാടിയാണ് ആരോഗ്യമാനന്ദം പത്തനംതിട്ട ഫെസ്റ്റ്. ഇന്നു മുതൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഇത്തരത്തിൽ പൊതുപരിപാടികളിൽ സജീവമാവുകയാണ്. നാളെയും പത്തനംതിട്ട ജില്ലയിലെ സ്റ്റേഡിയത്തിന്റെയും അതുപോലെ തന്നെ അബാൻ മേൽപ്പാലത്തിന്റെയും അടക്കം പണി ഇതുവരെ പൂർത്തിയായതിന്റെ ഉദ്ഘാടന ചടങ്ങുകളടക്കം നടക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടും പലതരത്തിലുള്ള പരിപാടികളിലും പത്തനംതിട്ട ജില്ലയിൽ മന്ത്രി പങ്കെടുക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ണൂർ സംഭവത്തിന് ശേഷം മന്ത്രി സജീവമായി പങ്കെടുക്കുന്ന ആദ്യ പരിപാടിയാണ്. ഇന്നു മുതൽ മന്ത്രി മറ്റ് പൊതുപരിപാടികളിലെല്ലാം തന്നെ സജീവമാകും. സംഗീത. ശരി ശ്രീരാജ്.